ഇടതുപക്ഷത്തിന് വമ്പിച്ച തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന്റെ ഏതാണ്ട് ഒരു തനിയാവർത്തനമാണ്. എൽ ഡി എഫ് ദുർബലമാകുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിക്കുന്നു എന്നതിലുപരി ബി ജെ പിയുടെ നില മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ കോർ വോട്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ തീയ സമുദായത്തിൽപ്പെട്ട ആൾ, അവരാണ് ഏത് കാലത്ത് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി. ആ വോട്ടിൽ ചോർച്ച ഉണ്ടായിരിക്കും. കേരളത്തിലെമ്പാടും കോൺഗ്രസിന് വലിയ ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ് എം എൽ എ ഉണ്ടാക്കി. അത് കോൺഗ്രസിന്റെ ജയമല്ല, എൽ ഡി എഫിന് മടുത്ത, എൽ ഡി എഫിന് വെറുത്തുപോയ സാധാരണക്കാരുടെ വോട്ട്. ഇനി ഒരു 5 കൊല്ലം കൂടി പിണറായി വിജയന്റെ ഭരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ എൽ ഡി എഫിന് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. പക്ഷേ ട്രെൻഡ് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷത്തിന് വമ്പിച്ച തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ ഏതാണ്ട് ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിലും കാണുന്നത്. അത് സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, വോട്ടിൻ്റെ ചോർച്ചയിലും ഇത് ഏതാണ്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് എൽ ഡി എഫ് ദുർബലമാകുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിക്കുന്നു എന്നതിലുപരി ബി ജെ പിയുടെ നില മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ കാലമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. 45 കൊല്ലമായിട്ട് അവരുടെ ഭരണമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഭരണത്തോട് ജനങ്ങളുടെ ഇടയിൽ വിപ്രതിപത്തി ഉണ്ടാവും, വിപരീത വികാരം ഉണ്ടാവും. അത് ആൻറ്റി ഇൻകംബൻസി ആയിട്ട് മാറും, ഭരണവിരുദ്ധ വികാരമായിട്ട് മാറും. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രനെ പോലെ പ്രഗത്ഭയായ ആ ഒരു മേയർ ഭരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു തിരിച്ചടി അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് നോക്കിയാൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ള പൊതുവികാരം എന്ന് നമുക്ക് മനസ്സിലാവും. തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് രണ്ടാമത്തെ കക്ഷി. സ്വാഭാവികമായിട്ടും അവർ ഒന്നാമത്തെ കക്ഷിയായിട്ട് മാറുന്നു. അതേ സമയത്ത് കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുന്നു. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്ക് പോകല്ല ചെയ്തിട്ടില്ല. അന്യഥ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യമല്ലാത്ത കുറേ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി. ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുന്ന കുറേ അധികം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി. അങ്ങനെ എൽ ഡി എഫ് ദുർബലമായി. ബി ജെ പി വിജയത്തോട് അടുത്തെത്തി. കോൺഗ്രസിൻ്റെ നില അല്പം മെച്ചപ്പെട്ടു. ഇത് തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിൽ സംഭവിച്ചിട്ടുള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ നില മെച്ചപ്പെട്ടു, കോൺഗ്രസിൻ്റെ നില നല്ലോണം മെച്ചപ്പെട്ടു. കാരണം കോൺഗ്രസാണ് രണ്ടാമത്തെ പാർട്ടി. കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിച്ചു. അഥവാ എൽ ഡി എഫിനെ ജനം ഭയങ്കരമായിട്ട് ശിക്ഷിച്ചു. കൊച്ചി കോർപ്പറേഷനിലോ തൃശ്ശൂർ കോർപ്പറേഷനിലോ നമുക്ക് ഇതേ രീതിയിൽ പറയാൻ പറ്റിയില്ല. കാരണം അത് രണ്ടും യു ഡി എഫിന് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളാണ്. കൊച്ചി കോർപ്പറേഷൻ പല കാരണങ്ങളാലും യു ഡി എഫിന് മേൽക്കോയ്മയുള്ളതാണ്, അവരുടെ ഒരു കോട്ടയാണ്. യു ഡി എഫ് നേതാക്കന്മാർ ഭിന്നിച്ച് പരസ്പരം കാലുവാരുന്ന സമയത്ത് മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയാറുള്ളത്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് എൽ ഡി എഫ് അപ്പോഴും വലിയ വിജയം നേടിയില്ല, ചെറിയ ഒരു നേട്ടമേ ഉണ്ടാക്കിയുള്ളൂ. അത് വെച്ച് അവർ 5 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചു എന്നുള്ള വേറെ കാര്യം. തൃശ്ശൂർ സ്ഥിതി അത് തന്നെയാണ്. തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലത്ത് തന്നെ കോൺഗ്രസിൻ്റെയാണ്. കോർപ്പറേഷൻ അതിന് ശേഷവും മാറ്റമില്ല. അവിടെ എൽ ഡി എഫ് തോറ്റുപോയത് നമുക്ക് അത്ഭുതം പറയാനില്ല. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ജനങ്ങളെതിരായി. കഴിഞ്ഞ തവണ തന്നെ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഒരു റിബലിനെ പിടിച്ചിട്ടാണ് ഭരണം നിലനിർത്തിയത്. കോഴിക്കോട് കോർപ്പറേഷനിലെ റിസൾട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷൻ ഈ തിരുവനന്തപുരം പോലെ വളരെ കാലമായിട്ട്, കാലാകാലങ്ങളായിട്ട് ആ എൽ ഡി എഫ് കൈവശം വെച്ചുകൊണ്ടിരുന്നതാണ്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ തട്ടകമാണ്. അവിടെ അവർ മേയർ സ്ഥാനത്തേക്ക് നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റുപോയി, അയാൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നിർത്തിയ ആൾ തോറ്റുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരിയ വ്യത്യാസത്തിൽ അവർ ജയിക്കും എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ യു ഡി എഫ് നില മെച്ചപ്പെടുത്തി എന്ന് മാത്രമല്ല, എൽ ഡി എഫ് ബി ജെ പിയുടെ നില മെച്ചപ്പെട്ടു. ഇതിൻ്റെ വോട്ടിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും. യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ വോട്ടിൽ എവിടെയാണ് ചോർച്ചയുണ്ടായത്? ആ ചോർന്നു പോയ വോട്ട് യു ഡി എഫിലേക്കാണോ പോയത് അതോ ബി ജെ പിയിലേക്കാണോ പോയത് എന്ന് പഠിക്കപ്പെടേണ്ട കാര്യമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കോഴിക്കോട്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഒരു ചോർച്ച വളരെ വ്യക്തമായിരുന്നു. കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ കോർ വോട്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ തീയ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരാണ് ഏത് കാലത്ത് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി. ആ വോട്ടിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു. ആ വോട്ടുകൾ കോൺഗ്രസിലേക്കല്ല പോകുന്നത്, ബി ജെ പിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ആ സമീപത്തുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര വലിയ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായിട്ടുള്ളത്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ യു ഡി എഫിനെ കുറച്ച് പറയല്ല, കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ എല്ലാവരും അഭിനന്ദിക്കുന്നു. കാരണം അവർ തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ളൊരു വിജയം ഉണ്ടാക്കി. കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദുർബലമാണ്, നമുക്കറിയാം. മുസ്ലിം ലീഗിന് സംഘടനാ സംവിധാനമുണ്ട്, പ്രവർത്തകരുണ്ട്. ആ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലൊക്കെ ലീഗുകാർ ജയിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ കേരളത്തിലെമ്പാടും കോൺഗ്രസ്സിന് വലിയ ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലൊക്കെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല. എത്രയോ കാലങ്ങളായിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ് എം എൽ എ ഉണ്ടായിട്ടില്ല. കൊല്ലം ജില്ലയിൽ വളരെ കാലമായിട്ട് കോൺഗ്രസ് ജയിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മുടെ സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിലും അതുപോലെ പി സി വിഷ്ണുനാഥ് കുണ്ട്രയിലും ജയിച്ചതാണ്. അത് രണ്ടും വിപരീത വികാരത്തിൽ ജയിച്ചു പോയവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു വന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മേന്മ അല്ല. മിക്കവാറും സ്ഥലത്ത് കോൺഗ്രസിന് റിബലുണ്ടായിരുന്നു. സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. കോൺഗ്രസിന് പ്രവർത്തകർ കുറവാണ്, പണം തീരെ കുറവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ജയമല്ല, എൽ ഡി എഫിന് മടുത്ത, എൽ ഡി എഫിന് വെറുത്തു പോയ സാധാരണക്കാരുടെ വോട്ടാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ആ ജനങ്ങൾക്കുള്ള അതൃപ്തിയാണ്. മറിയക്കുട്ടി ചട്ടി പിടിച്ച് സമരത്തിന് പോയതിൻ്റെ തുടർച്ചയാണ്. അതുപോലെ തന്നെ ഈ ക്ഷാമബത്തിയുടെ നിരവധി ഗഡുക്കൾ മുടങ്ങിയ കാലാകാലങ്ങളായി എൽ ഡി എഫിന് മാത്രം വോട്ട് ചെയ്തിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എതിർപ്പാണ്. ശരിക്കും കൃത്യമായിട്ട് ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ എൽ ഡി എഫിന് തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, എൽ ഡി എഫിന് തോൽപ്പിച്ചത് എൽ ഡി എഫുകാരാണ്. ഇനി ഒരു 5 കൊല്ലം കൂടി പിണറായി വിജയൻ്റെ ഭരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ എൽ ഡി എഫിന് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല. എൽ ഡി എഫ് തോക്കേണ്ടത് അഥവാ യു ഡി എഫ് ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ജയിക്കേണ്ടത് ആ യു ഡി എഫുകാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ ബി ജെ പിക്കാരുടെയോ ആവശ്യത്തേക്കാൾ കൂടുതലായിട്ട് എൽ ഡി എഫുകാരുടെയാണ് എന്ന് തോന്നിയ എൽ ഡി എഫുകാർ തന്നെയാണ് വോട്ട് മാറ്റി ചെയ്തത് ഈ പരിണതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഇതിനൊരു തനിയാവർത്തനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം ഇത് വെറും 3 മാസമേ ബാക്കിയുള്ളൂ. 3 മാസത്തിനകത്ത് ഇത്ര വലിയൊരു ട്രെൻഡിന് മറികടക്കാൻ അത്ര എളുപ്പമല്ല. എൽ ഡി എഫിന് കുറേ കൂടി മെച്ചപ്പെട്ട പ്രചരണ സംവിധാനങ്ങളുണ്ട്, സംഘടനാ ശേഷിയുണ്ട്, പണമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും മനഃശാസ്ത്രപരമായി വലിയ തിരിച്ചടി ഇപ്പോൾ എൽ ഡി എഫിന് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ട് പിണറായി വിജയൻ്റെ വാർദ്ധക്യവും രോഗാതുരമായ ശരീരവും മതിയാവുകയില്ല. പാർട്ടിക്ക് സംഘടനാ ശക്തി ഉണ്ട്, പണമുണ്ട്, പ്രവർത്തകരുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ തിരിച്ചടി ഏൽപ്പിച്ച ഒരു മാനസികമായ ആഘാതത്തിൽ നിന്ന് മറികടക്കാൻ എളുപ്പമല്ല, സാധ്യമാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു പരാജയമാണ്. ഇത് വരാൻ പോകുന്ന വലിയ പരാജയത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് എന്നെനിക്ക് തോന്നുന്നു.